നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. നിമിഷപ്രിയയുടെ മോചനത്തിനായി തീവ്ര ശ്രമം തുടരുന്നു. മോചനത്തെ എതിർത്ത് യമൻ പൗരന്റെ കുടുംബം. വധശിക്ഷ തന്നെ നൽകണമെന്ന് സഹോദരൻ. കാന്തപുരത്തെ സന്ദർശിച്ച് MV ഗോവിന്ദൻ. വിഭജികയുടെയും മകളുടെയും മരണത്തിൽ നീതി തേടി കുടുംബം ഹൈക്കോടതിയിൽ. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപണം. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി വേണമെന്നും ആവശ്യം. കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിൽ തീരുമാനം ഇന്നുണ്ടാകും. പൂരം കലക്കലിൽ MR അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ. DGPയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി അംഗീകരിച്ചു. ഗുരുതരമായ കൃത്യവിലോപമുണ്ടായെന്ന് വിലയിരുത്തൽ. സന്നിധാനത്തേക്കുള്ള ട്രാക്ടർ യാത്രയിൽ ഹൈക്കോടതിയിൽ നിന്നും ADGPക്ക് പ്രഹരം. ട്യൂഷന് പോയാൽ വകതിരിവുണ്ടാകില്ലെന്ന് മന്ത്രി K രാജന്റെ പരിഹാസം. നിയമം തിരിച്ചുപിടിക്കാൻ തന്ത്രമൊരുക്കി BJP. രാജീവ് ചന്ദ്രശേഖർ നേരിട്ടിറങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷം ആവർത്തിക്കുമെന്ന കണക്കുകൂട്ടലിൽ BJP. വി ശിവൻകുട്ടിയെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള നീക്കവുമായി CPM. കളമശ്ശേരി മുസ്ലിം ലീഗിൽ നിന്ന് ഏറ്റെടുക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മത്സരിച്ചേക്കും. കൊച്ചിയോ പെരുമ്പാവൂരോ ലീഗിന് പകരമായി നൽകാൻ നീക്കം. മണ്ഡലമാറ്റത്തിൽ ലീഗിനും അനുകൂല നിലപാടെന്ന് സൂചന. കീം പ്രവേശനത്തിൽ ഇടപെടാതെ സുപ്രീം കോടതി. ഈ വർഷത്തെ പ്രവേശന പട്ടിക നിലനിൽക്കും. അപ്പീൽ ഫയൽ ചെയ്യില്ലെന്ന് സംസ്ഥാനം. കേസ് 4 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ നീങ്ങിയാൽ നേരിടാൻ ഉറച്ച സർക്കാർ. സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകും. നിയമവിദഗ്ധരുമായി ചർച്ച ആരംഭിച്ച് രാജ്ഭവൻ. VCയുടെ വിലക്ക് മറികടന്ന് ഔദ്യോഗിക വാഹനത്തിലെത്തി കേരള സർവകലാശാല രജിസ്ട്രാർ. ധർമ്മസ്ഥല കൂട്ടക്കൊലക്കേസിൽ നിർണായക വഴിത്തിരിവ്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്ത് ഉടൻ തെളിവെടുപ്പ്. പരിശോധന അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ. MBBS വിദ്യാർത്ഥിനി അനന്യ ഭട്ടിന്റെ തിരോധാനത്തിൽ 22 വർഷങ്ങൾക്ക് ശേഷം അന്വേഷണം ആരംഭിച്ച പോലീസ്. ന്യൂസ് 18 ഇംപാക്ട്. വിശദമായി നോക്കാം. ധർമ്മസ്ഥലയിൽ നിർണായക നീക്കം. ശുചീകരണ തൊഴിലാളിയെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തും. അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരിക്കും പരിശോധന. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. KV ബൈജു കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബൈജു, വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് ഈ അന്വേഷണം എത്തി നിൽക്കുന്നു. അതിൽ ന്യൂസ് 18 വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയട്ടെ. ഈ അന്വേഷണം ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തും എന്ന് പറയുമ്പോൾ ഏതായാലും ഈ സംഭവത്തിൽ ഏറ്റവും നിർണായകമായ നീക്കങ്ങളാണ് നടക്കുന്നത്. അതായത് ഒരു ഗ്രാമം മുഴുവൻ അടക്കി പിടിച്ച് കണ്ണീരൊഴുക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ഗ്രാമം, നീതി നിഷേധിക്കപ്പെട്ട ഒരുപാട് ആളുകൾ, അവരുടെ എല്ലാം വർഷങ്ങളായി, അതായത് 4 പതിറ്റാണ്ടായി നേരിടുന്ന, അവർ അടിച്ചമർത്തപ്പെടുന്ന ആ ഒരു സംഭവത്തിൽ ഇപ്പോൾ നിർണായക തെളിവുകൾ അത് കണ്ടെത്താൻ പോലീസ് മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ശുചീകരണ തൊഴിലാളിയെ 3 മണിയോടുകൂടി ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എത്തിക്കും. വലിയ തോതിലുള്ള തെളിവെടുപ്പ് നടത്തും. എവിടെയൊക്കെയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുള്ളത് അതൊക്കെ കൃത്യമായി മാർക്ക് ചെയ്യും. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുവെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ഈ കാര്യത്തിൽ വലിയ രഹസ്യങ്ങളാണ് ഈ മണ്ണിനടിയിൽ മൂടിപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ പുറത്തു വരും. അതിനുള്ള ഒരു ആദ്യപടിയായി ഇതിനെ കാണണം. ഏതായാലും ഈ ശുചീകരണ തൊഴിലാളി അതീവ സുരക്ഷയോട് കൂടിയായിരിക്കും ഇവിടെ എത്തിക്കുക. മൃതദേഹങ്ങൾ എവിടെയൊക്കെ കുഴിച്ചിട്ടുണ്ടോ അതൊക്കെ പോലീസ് കണ്ടെത്തും. അത് പുറത്തേക്കെടുക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ആരംഭിക്കും. അതിന് തുടക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി ആരംഭിക്കുന്നത്. അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരിക്കും ഇത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പെന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ്. എന്തായാലും നിരന്തരമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തുകൊണ്ട്
എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു തെളിവും അതോടുകൂടാതെ വലിയ തോതിലുള്ള മൊഴിയും നൽകിയിട്ടും ഈ പരിശോധന നടത്തുന്നില്ല എന്നത് വലിയ ചോദ്യമായിരുന്നു. അത് ആക്ഷൻ കമ്മിറ്റിയും വലിയ പ്രതിഷേധത്തിലായിരുന്നു. അതിലെല്ലാം ഒടുവിൽ ഇപ്പോൾ നല്ല സമ്മർദ്ദത്തിൽ, അതായത് നിരന്തരം വാർത്തകൾ നൽകി ഇടപെടൽ നടത്തി വലിയ സമ്മർദ്ദത്തിലായ ഇപ്പോൾ പോലീസ് അത്തരം പരിശോധനകളിൽ കടക്കുന്നു. ആരാണ് ഇത്രയും വലിയ ഒരു നീചകൃത്യം ചെയ്തത്? ഈ കുറ്റവാളികളെ തെളിവുകൾ സഹിതം ഇത്തരത്തിലുള്ള നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. എത്ര വർഷം കഴിഞ്ഞാലും ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തിയവർ അത്തരം സത്യങ്ങൾ മൂടിവെക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. എന്തായാലും നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിക്കുന്നത്. ആക്ഷൻ കമ്മിറ്റി നിരന്തരം ആവശ്യപ്പെട്ടത് അത് തന്നെയാണ്. നമ്മളും അത് തന്നെയാണ് ഈ കാത്തിരുന്നതും. ഈ സ്ഥലം എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്ത് തെരച്ചിൽ നടത്തിയിരുന്നു. അവിടെ നിന്നൊരു തലയോട്ട് ലഭിച്ചിരുന്നു. അത് ഫോറൻസിക് പരിശോധനയ്ക്കൊക്കെ അയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. അതേ പ്രദേശത്ത് തന്നെയാണോ ഇനി വീണ്ടും കൂടുതൽ തെരച്ചിൽ നടത്തുക? ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധന, അത് ആക്ഷൻ കമ്മിറ്റിയുടെ ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. അത് നടപ്പാക്കാൻ പോകുന്നത് ഈ പ്രദേശത്ത് തന്നെയാണോ? അതെ അറിയാം. പോലീസ് സ്റ്റേഷൻ, ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ 4 കിലോമീറ്റർ മാറി റോഡിൽ നിന്നും ഒരു 1.5 കിലോമീറ്ററോളം അകത്ത് ഈ വനത്തിലൂടെ സഞ്ചരിച്ച് വേണം ഈ പ്രദേശത്തെത്താൻ. ഒരു ചെറിയ പ്രദേശം, ആ പ്രദേശം മുഴുവൻ ഈ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ട്. ഒരേ സ്ഥലങ്ങളിലാണ് 100 മൃതദേഹങ്ങളും കുഴിച്ചിട്ടെന്ന് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ആദ്യം പരാതിയായി എഴുതി നൽകിയത് ഒരു അന്വേഷണം ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇദ്ദേഹം തന്നെ അത് തെളിവിനായി വിശ്വസിപ്പിക്കാനായി ഇദ്ദേഹം തന്നെ ഒരു തലയോട്ടി ഇത്തരത്തിൽ ഇവിടുന്ന് ഒരു മൃതദേഹ അവശിഷ്ടം ഇത്തരത്തിലെടുത്ത് അത് കോടതിയിൽ ഹാജരാക്കിയും അതിപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. എന്തായാലും ഈ പോലീസ് സ്റ്റേഷന് 4 കിലോമീറ്റർ മാത്രം അകലെ അത്തരത്തിൽ വലിയൊരു വനം ഉള്ള സ്ഥലമാണ്. ഇതിൽ അതീവ സുരക്ഷയിലായിരിക്കും ഈ തെളിവെടുപ്പ് നടക്കുക. ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ കൃത്യമായി തനിക്കറിയാം, എവിടെയൊക്കെയാണ് ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതെന്ന് നേരത്തെ തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് പരാതി എഴുതി കൊടുത്തു. ഏറ്റവും ഒടുവിലായി രഹസ്യമൊഴിയായി മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകി. ഇതിൽ കോടതി ഉത്തരവുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തരമായ വിശദമായ അന്വേഷണം നടത്തണമെന്ന് കോടതി ഉത്തരവുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസ് അനങ്ങിയില്ല. എന്തായാലും ഇപ്പോൾ അതിൽ നിർണായകമായ ഒരു നടപടിയാണിതെന്ന് വേണം ഇത് കരുതാൻ. ഇതിന്റെ ഏറ്റവും വലിയ തുടക്കമായി ഇതിനെ കാണാം. ഒരു വലിയ തെളിവുകൾ ഇവിടെ നിന്നും ഈ മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിലുള്ള ഒരുപാട് മൃതദേഹങ്ങളുണ്ട്. അതിലൊക്കെ വലിയ തെളിവുകൾ കണ്ടെത്താനുണ്ട്. അനന്യയുടെ കേസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് നമ്മൾ. അനന്യയുടെ 22 വർഷത്തിന് ശേഷം ഒരു പരാതി സ്വീകരിക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. അതായത് ധർമ്മസ്ഥലയിൽ നീതി ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് നീതി നിഷേധം ഉണ്ടായിട്ടുണ്ട്. അവർക്കെല്ലാം അവരുടെ ഒരേ സ്വരത്തിൽ അവർ പറയുന്നത് ആരാണ് ഈ കൃത്യം ചെയ്തത് അവർക്ക് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരണം. ആളുകളെ ഇവർക്ക് അറിയാമെങ്കിലും കൃത്യമായ തെളിവുകൾ സഹിതം പോലീസ് അത് ചെയ്യണം. ആക്ഷൻ കമ്മിറ്റി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ഈ മൃതദേഹം, അതായത് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നും മൃതദേഹം എടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ സ്വന്തമായി ആക്ഷൻ കമ്മിറ്റി ഇത് അവശേഷിച്ച മൃതദേഹം പോലീസ് ഒരുങ്ങിയിരിക്കുകയാണ്, സമ്മതം അറിയിച്ചിരിക്കുകയാണ്. ബൈജു, ഇത് എപ്പോഴത്തേക്ക് നടക്കും എന്നതുകൂടി? ആര്യ 3 മണിയോട് കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പ് നടക്കുക. ശുചീകരണ തൊഴിലാളി ഇപ്പോൾ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലുണ്ട്. അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. അതീവ സുരക്ഷയിലായിരിക്കും ഈ പരിശോധനയൊക്കെ നടക്കുക. അത് 3 മണിയോടുകൂടി അഭിഭാഷകർ എത്തിയിട്ടുണ്ട്. ഏതായാലും 3 മണിയോടുകൂടി ഇത്തരം നടപടികൾ ആരംഭിക്കും. ഓക്കെ, തീർച്ചയായും. കെ വി ബൈജു ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ നിർണായക വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ കൂടുതൽ തിരോധാന കേസുകളിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. MBBS വിദ്യാർത്ഥിനി അനന്യ ഭട്ടിന്റെ തിരോധാനത്തിൽ 22 വർഷങ്ങൾക്ക് ശേഷം പോലീസ് അന്വേഷണം തുടങ്ങി. അമ്മ സുജാത ഭട്ടിന്റെ പരാതിയിലാണ് ധർമ്മസ്ഥല പോലീസിന്റെ അന്വേഷണം. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ധർമ്മസ്ഥലയിൽ കൊലയാളികൾക്ക് കുരുക്കുമുറുകുന്നു. 2 പതിറ്റാണ്ടിന് ശേഷം അനന്യ ഭട്ടിന്റെ തിരോധാന കേസിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കൊൽക്കത്തയിലെ CBI ഉദ്യോഗസ്ഥയായിരുന്ന സുജാത ഭട്ടിന്റെ പരാതിയിലാണ് അന്വേഷണം. മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിനെ 2003 ഡിസംബറിലാണ് ധർമ്മസ്ഥലയിൽ നിന്ന് കാണാതായത്. സഹപാഠികൾക്കൊപ്പം ക്ഷേത്ര സന്ദർശനത്തിനായി എത്തിയപ്പോഴാണ് അനന്യ ഭട്ടിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. അന്ന് മകളുടെ തിരോധാനം അന്വേഷിക്കാനെത്തിയ സുജാത ഭട്ടിന് നേരെയും അതിക്രൂരമായ ആക്രമണമുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ ഇവർ അബോധാവസ്ഥയിലായി 4 മാസത്തോളം ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മകളുടെ തിരോധാനം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. സ്വന്തം നിലയിൽ അന്വേഷിക്കാനായിരുന്നു പോലീസിന്റെ നിർദ്ദേശം.
ನಾನು ಎಚ್ಚರ ಬಂದಾವಾಗ ನಾನು ಹೋಮಕ್ಕೆ ಹೋಗಿದ್ದೆ. ಎಚ್ಚರ ಬಂದಾವಾಗ ನಾನು ಹಾಸ್ಪಿಟಲ್ ಇದ್ದೆ. ಆ ಹಾಸ್ಪಿಟಲ್ ಹೊರಗಡೆ ಬಂದ್ಮೇಲೆ ಇಂತ ಹಾಸ್ಪಿಟಲ್ ಅಲ್ಲಿ ನನ್ನ ಇದ್ ಮಾಡಿದ್ದಾರೆ ಅಂತ ಆ ಪುಣ್ಯಾತ್ಮನಿಗೆ ನಾನು ಚಿರಋಣಿಯಾಗಿರ್ತೀನಿ. ಎಚ್ಚೆತ್ ಬಂದಿದ್ದೀನಲ್ಲ ಕೋಮಾದಿಂದ ಅನ್ನುವಂತ ಒಂದು ಇದನ್ನ ನಾನು ಆ ಪುಣ್ಯಾತ್ಮನಿಗೆ ನಾನು ಯಾವತ್ತೂ ಚಿರಋಣಿಯಾಗಿರ್ತೀನಿ. ಯಾರ ಮೇಲೆ ಏನೋ ಅವ್ನ ಜಲೆ ಹಾಕಿ ಇವ್ನ ಜಲೆ ಹಾಕಿ ಅಂತ ಏನ್ ಕೇಳ್ತಾರೆ. ಇವ್ರೇನಂದ್ರೆ ಯಾರು ಇಲ್ಲ ಅವರಿಗೆ. ಅವ್ರ ಮಗಳು ಈಗ ಇವ್ರೇನಾದ್ರು ಎಕ್ಸಿಮಿಷನ್ ಮಾಡಿದ್ರೆ ಎಲ್ಲಾರು ಅವ್ರ ಮಗಳು ಅಸ್ತಿ ಇವ್ DNA ಜೊತೆ ಮ್ಯಾಚ್ ಆಗಿ ಅಂತ ಸಿಕ್ಕಿದ್ರೆ ಅಷ್ಟಕ್ಕೆ ಅವರು ಅದೊಂದು ಅವ್ರು ಶ್ರಾದ್ದ ಎಲ್ಲ ಮಾಡ್ಬಿಟ್ಟು ಒಂದು ವಯಸ್ಸಾಗಿದೆ ಇವ್ರು ಯಾರಿಲ್ಲ ಅದಕ್ಕೆ ಅವ್ರು ಶ್ರಾದ್ದ ಎಲ್ಲ ಮಾಡ್ಬಿಟ್ಟು ನಾನು ಜೀವ ಬಿಡ್ತೀನಿ ಅನ್ನೋದಕ್ಕೆ ಇದ್ದಾರೆ. ಅದಕ್ಕೋಸ್ಕರ ನಾವು SP ಸಾಹೇಬ್ ಮೀಟ್ ಮಾಡಕ್ ಬಂದ್ವಿ. SP ತುಂಬಾ ಪಾಸಿಟಿವ್ ರೆಸ್ಪಾನ್ಸಿಬಿಲಿಟಿ ಇದೆ. ಅವ್ರು ಹೇಳಿದಾರೆ ಕ್ಲೀನ್ ആಗಿ. ധർമ്മസ്ഥലയിലെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതക പരമ്പര സംബന്ധിച്ച് ന്യൂസ് 18 ആദ്യം വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ ആക്ഷൻ കമ്മിറ്റിയും സജീവമായി ഇടപെടൽ നടത്തുന്നുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നത് കേസ് അന്വേഷണത്തെ ബലപ്പെടുത്തും. ഇതിനിടയിൽ കൊലപാതക പരമ്പര സംബന്ധിച്ച് അന്വേഷിക്കാൻ DGP പ്രണാബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയും രംഗത്ത് വന്നിട്ടുണ്ട്. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ ഇന്നും ചർച്ചകൾ തുടരുകയാണ്. ദിയാധനം സ്വീകരിക്കുന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനാണ് ചർച്ചയിലൂടെ ശ്രമിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെയാണ് വന്നത്. കാന്തപുരത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ള ചർച്ചകളും നിർണായകമായി. ഇതിനിടെ നിമിഷപ്രിയയ്ക്ക് മോചനം നൽകാനുള്ള നീക്കത്തെ എതിർത്ത് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നതായി റിപ്പോർട്ടുണ്ട്. വധശിക്ഷ തന്നെ നൽകണം, ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചാലും ഉടൻ തന്നെ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കാന്തപുരം നടത്തിയത് മനുഷ്യത്വപരമായ ഇടപെടലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതിനിടെ പറഞ്ഞു. നൽകിയത് മഹത്തായ സന്ദേശമെന്നും കാന്തപുരത്തെ സന്ദർശിച്ച ശേഷം MV ഗോവിന്ദൻ പ്രതികരിച്ചു. വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം നമുക്കെല്ലാം അറിയുന്നത് പോലെ നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. 1920 മുതൽ ഈ പ്രശ്നം ലോകത്തിന്റെ വിവിധ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ വിധി നടപ്പിലാക്കുന്നു എന്ന ഘട്ടം വന്നപ്പോഴും അതിൽ ഇടപെട്ട് കാന്തപുരം വകുപ്പ് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രിയപ്പെട്ട കൗൺസിലറായി ഇപ്പോഴും മാറി. കാരണം മാധ്യമങ്ങളെല്ലാം കാന്തപുരം സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിവരങ്ങളുമായി MG മിഥുൻ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, നമുക്കറിയാം ആശാവഹമായ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ആശങ്കപ്പെടുത്തുന്ന ചില വാർത്തകൾ യമനിൽ നിന്ന് വരുന്നത്. സമൂഹ മാധ്യമം വഴി ഇത്തരത്തിൽ തലാലിന്റെ സഹോദരൻ പ്രതികരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിലുണ്ട്. മാപ്പ് നൽകാൻ തയ്യാറല്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? ആര്യ, വധശിക്ഷ ലഭിക്കുന്നത് വരെ ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് സഹോദരൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരു വലിയ കുറിപ്പ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇതൊരു വലിയ പ്രതിസന്ധിയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ അനന്തര ചർച്ചകൾ കഴിഞ്ഞ 2 ദിവസമായി തുടരുകയാണ്. ഇന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സുന്നി ആത്മീയ നേതാവുമായി ഇന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയുള്ള നീക്കം എന്തെന്ന് വെച്ചാൽ ഈ സഹോദരനെയും മറ്റുള്ളവരെയും അനുനയിപ്പിക്കുക, ഒപ്പം തന്നെ ഈ മറ്റു പ്രതിനിധികളെ, അതായത് ഈ ഇവരെയൊക്കെ അനുനയിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇതിലൊരു സാധ്യതയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിലൊരു വ്യക്തമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഈ പരസ്യ പ്രതികരണങ്ങളൊക്കെ അത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അത് ഈ കേസിനെ വലിയ രീതിയിൽ മറ്റുള്ളവരുടെ, അതായത്
അതായത് ഈ കുടുംബത്തിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ അവർ ഇതിന് പിന്നോക്കം പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ വ്യാപകമായി പ്രചരിക്കുന്ന ഈ കാര്യങ്ങൾ അത് ഒഴിവാക്കണം, പരസ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ആശാവഹമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇന്നലെ കോടതിയുടെ നടപടി അത് തന്നെയാണ് നമുക്ക് ഏറ്റവും മുന്നിലുള്ളത്. കാരണം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ വധശിക്ഷ എന്ന് നടപ്പാക്കുമെന്ന് വ്യക്തമാക്കാതെയാണ് ഇത് നീട്ടിവെക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയുള്ള വേഗ വഴി എന്ന് പറയുന്നത് ഗോത്രവിഭാഗ നേതാക്കളെയും ഒപ്പം തന്നെ ഈ സഹോദരൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെയും അനുനയിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ്പ. തീർച്ചയായും ജി മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ആശ്വാസം അകലെയാണോ എന്ന ആശങ്ക ഈ ഘട്ടത്തിൽ ഇല്ലാതില്ല എന്നതാണ് സാഹചര്യം. വിമഞ്ജികയുടെയും മകളുടെയും മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. മരണം കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി കുടുംബം. മൃതദേഹം ഇന്ത്യയിലെത്തിക്കാൻ നടപടി ഉണ്ടാകണം. മരണത്തിൽ ദുരൂഹതയുണ്ട്, ഇതിൽ അന്വേഷണം വേണം. നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും കുടുംബം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. മൃതദേഹം UAE-യിൽ സംസ്കരിക്കാനുള്ള തീരുമാനം ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ടാണ് തടഞ്ഞത്. വിഭജികയുടെ അമ്മയും സഹോദരനും ഷാർജയിൽ എത്തിയിട്ടുണ്ട്. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികളിൽ ഇടപെടാനില്ലെന്ന് സുപ്രീം കോടതി. കീം പ്രവേശനം കോടതി തടഞ്ഞില്ല. ഇതോടെ ഈ വർഷത്തെ പ്രവേശന പട്ടികയിൽ മാറ്റമില്ലാതെ മുന്നോട്ടു പോകാം. പ്രവേശനം തടയാതെ 4 ആഴ്ചയ്ക്കകം കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യുന്നില്ലെന്ന് സർക്കാരും കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. വിദ്യാർത്ഥികൾക്ക് പ്രശ്നം ഉണ്ടാകരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ നൽകാത്തതെന്നാണ് കേരളത്തിന്റെ നിലപാട്. VC നിയമനത്തിൽ ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചാൽ തടസ്സ ഹർജി നൽകാൻ സർക്കാർ തീരുമാനം. ഹർജി നൽകുന്നതിന് മുന്നോടിയായി രാജ്ഭവൻ നിയമവിദഗ്ധരുമായി ചർച്ച തുടങ്ങി. ടെക്നിക്കൽ, ഡിജിറ്റൽ സർവകലാശാലകളിലേക്കുള്ള VC നിയമന പാനൽ സർക്കാർ ഇന്നലെ ഗവർണർക്ക് കൈമാറിയിരുന്നു. നിയമ പോരാട്ടത്തിന് ഒരുങ്ങുമ്പോഴും സമവായ വഴികളും രാജ്ഭവനും സർക്കാരും തേടുന്നതായും സൂചനയുണ്ട്. ഹൈക്കോടതിയിൽ നിന്നേറ്റ കനത്ത തിരിച്ചടി മറികടക്കാനുള്ള വഴികളാണ് രാജ്ഭവൻ തേടുന്നത്. താൽക്കാലിക VC നിയമനത്തിന് UGC ചട്ടം ബാധകമല്ലെന്ന ഹൈക്കോടതി വിധിയിലാണ് ഗവർണർ വ്യക്തത തേടുന്നത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും മുന്നോട്ട് പോക്ക്. ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചാൽ സർക്കാരും പിന്നോട്ടു പോകില്ല. കവിയറ്റ് ഫയൽ ചെയ്യാൻ നിയമവകുപ്പിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. താൽക്കാലിക VCക്ക് പകരം എല്ലാ സർവകലാശാലകളിലും സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള വഴികളും ഗവർണർ തേടുന്നതായി സൂചനയുണ്ട്. അങ്ങനെ വന്നാൽ എല്ലായിടത്തും രാജ്ഭവന് താൽപ്പര്യമുള്ള ആളുകളെ VCമാരാക്കാം. നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയുമ്പോഴും ഇരുഭാഗവും സമവായത്തിനുള്ള സാധ്യതകളും തേടുന്നുണ്ട്. സർവകലാശാല വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് മുൻകൈയെടുത്താൽ ഗവർണറും അതിന് തയ്യാറാകും. സർവകലാശാലകളെ നിരന്തര സംഘർഷ കേന്ദ്രങ്ങൾ ആക്കുന്നതിൽ CPM-ൽ 2 അഭിപ്രായമുണ്ട്. നിയമപോരാട്ടത്തിന് പുറമെ പ്രശ്നപരിഹാരത്തിന് വഴികൾ തേടണമെന്നും ആവശ്യമുയരുന്നു. മുഖ്യമന്ത്രി തന്നെ പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങാനും സാധ്യതയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ നിർദ്ദേശം മറികടന്ന് ഔദ്യോഗിക വാഹനത്തിൽ തന്നെ രജിസ്ട്രാർ അനിൽകുമാർ ഇന്നും കേരള സർവകലാശാലയിലെത്തി. തനിക്ക് വേറെ കാർ ഇല്ലാത്തതുകൊണ്ടാണ് ഔദ്യോഗിക വാഹനത്തിൽ വന്നത് എന്നായിരുന്നു അനിൽകുമാറിന്റെ മറുപടി. സർവകലാശാലയ്ക്ക് സംരക്ഷണം തേടി BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഇന്നും സർവകലാശാലയിൽ എത്തിയില്ല. VC മോഹൻ കുന്നുമ്മലിന്റെ വാക്കിന് കേരള സർവകലാശാലയിൽ ആരും വില കൽപ്പിക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായി. അനിൽകുമാറിനെ VC സസ്പെൻഡ് ചെയ്ത നടപടി ആദ്യം സിൻഡിക്കേറ്റ് തള്ളി. രജിസ്ട്രാറെ സർവകലാശാല ആസ്ഥാനത്ത് കയറ്റരുത് എന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് VC നിർദ്ദേശം നൽകിയിരുന്നു. അതേ ഉദ്യോഗസ്ഥർ പൂർണ്ണ സുരക്ഷ ഒരുക്കിയാണ് പല ദിവസങ്ങളിലും രജിസ്ട്രാറെ ഓഫീസിലെത്തിച്ചത്. ഔദ്യോഗിക വാഹനം നൽകരുതെന്നായിരുന്നു ഇന്നലത്തെ ഉത്തരവ്. ഇന്ന് അതും ലംഘിക്കപ്പെട്ടു. എനിക്ക് സ്വന്തമായ വാഹനമില്ല, സർവകലാശാലയുടെ വാഹനമാണ്. സർവകലാശാലയുടെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കണമെന്നും അതിന് സംരക്ഷണം ആവശ്യപ്പെട്ടുമായിരുന്നു BJP സിൻഡിക്കേറ്റ് അംഗം കോടതിയെ സമീപിച്ചത്. എന്ത് ശാരീരിക ഭീഷണിയാണ് സിൻഡിക്കേറ്റ് അംഗം നേരിട്ടതെന്ന് ഗോപകുമാറിനോട് ഹൈക്കോടതി ചോദിച്ചു. താങ്കളെ ആരെങ്കിലും തടഞ്ഞോ എന്നും തടസ്സം നേരിട്ട തീയതിയും സമയവും അറിയിക്കൂ എന്നും ഹൈക്കോടതി. സർവകലാശാലയിൽ സംഭവിച്ചതിനെക്കുറിച്ച് ധാരണയുണ്ടെന്നും ഹൈക്കോടതി. സർവകലാശാലയിലെ ഭരണസ്തംഭനത്തിനെതിരെയായിരുന്നു ഇന്ന് KSUവിന്റെ പ്രതിഷേധം. അധികാരികളെ
ന്യൂസ് 18 തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിന് ഇരട്ട പ്രഹരം. തൃശൂർ പൂരം അലങ്കോലമായതിൽ അജിത് കുമാറിനെതിരെ നടപടിക്ക് ആഭ്യന്തര സെക്രട്ടറി സർക്കാരിനോട് ശുപാർശ ചെയ്തു. DGPയുടെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ചാണ് ശുപാർശ. ഗുരുതരമായ കൃത്യവിലോപം അജിത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് വിലയിരുത്തൽ. പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് നടത്തിയ ട്രാക്ടർ യാത്രയിൽ അജിത് കുമാറിനെതിരെ അതിരൂക്ഷ വിമർശനം ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. ട്യൂഷന് പോയാൽ വകതിരിവുണ്ടാകില്ലെന്ന പരാമർശവുമായി MR അജിത് കുമാറിനെതിരെ മന്ത്രി K രാജൻ പരിഹാസവുമായി വീണ്ടും രംഗത്തെത്തുകയും ചെയ്തു. തൃശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഡോക്ടർ ഷെയ്ഖ് ദർബെ സാഹിബ് സമർപ്പിച്ച റിപ്പോർട്ട് ശരിവെച്ചുകൊണ്ടാണ് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ബോധപൂർവമായ കൃത്യവിലോപമാണ് ADGP ആയിരുന്ന MR അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. സ്ഥലത്ത് ഉണ്ടായിരുന്നിട്ടും ഈ പ്രശ്നങ്ങൾ നടക്കുകയായിരുന്നുവെന്ന് അറിഞ്ഞിട്ടും അതിൽ ഇടപെടാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സംഘർഷ സാധ്യത ഒഴിവാക്കാനോ ഒരു തരത്തിലുള്ള ഇടപെടലും MR അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൃത്യവിലോപം കണക്കിലെടുത്ത് MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ആവശ്യം. അതിനിടെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ADGP MR അജിത് കുമാറിനെതിരെ ശബരിമലയിലെ ട്രാക്ടർ വിവാദവുമായി ബന്ധപ്പെട്ടും സമാനമായ തരത്തിൽ രൂക്ഷ വിമർശനം ഉണ്ടായി. ദൗർഭാഗ്യകരമായ നടപടിയാണ് MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആംബുലൻസിൽ യാത്രയാകാമായിരുന്നല്ലോ എന്നുകൂടി പറയുന്നുണ്ട്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ പത്തനംതിട്ട SP-യോടും ദേവസ്വം കമ്മീഷണറോടും ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ MR അജിത് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി റവന്യൂ മന്ത്രി K രാജനും രംഗത്തെത്തി. ആഭ്യന്തര സെക്രട്ടറിയുടെ ഏതോ തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടെന്നുള്ള വാർത്ത മാധ്യമങ്ങളിലൂടെ കാണാൻ മാത്രമേ ഇപ്പോൾ നടന്നിട്ടുള്ളൂ. യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിക്കണം. പൂരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെയും പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും സംബന്ധിച്ച് പോലീസിന് മുമ്പാകെ ഒരു അന്വേഷണ കമ്മീഷൻ നടത്തിയിട്ടുള്ള ചോദ്യത്തിന് വളരെ കൃത്യതയോടുകൂടി മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടിയിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അന്വേഷണ കമ്മീഷന് മുമ്പും മന്ത്രി എന്ന നിലയിൽ ചോദിച്ചപ്പോൾ മൊഴിയായി കൊടുത്തിട്ടുള്ളത്. ആ മൊഴികളിൽ ഉറച്ചു നിൽക്കുന്നു. മലയാളത്തിൽ വകതിരിവ് എന്നൊരു വാക്ക് പറയും. അത് ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ട ശീലങ്ങളാണ്. അത് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ട്യൂട്ടോറിയലിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പഠിപ്പിക്കുന്നതല്ല. ഓരോരുത്തരുടെയും ശൈലി സ്വഭാവം അനുസരിച്ചിരിക്കും. വിവരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നോക്കുക. ലീഗിൽ നിന്നും കളമശ്ശേരി സീറ്റ് ഏറ്റെടുക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. ഇക്കുറിയും ലീഗ് മത്സരിച്ചാൽ വിജയസാധ്യതയില്ലെന്ന വിലയിരുത്തലിലാണ് നീക്കം. സീറ്റ് ഏറ്റെടുത്താൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മത്സരിക്കും. ലീഗിന് ജില്ലയിൽ പകരം സീറ്റ് നൽകും. മണ്ഡലം രൂപീകരിച്ച 2011 മുതൽ കളമശ്ശേരി മുസ്ലിം ലീഗിനാണ്. ആദ്യ 2 ടേമുകളിൽ VK ഇബ്രാഹിം കുഞ്ഞ് മത്സരിച്ച് വിജയിച്ചു. പാലാരിവട്ടം പാലം ഉൾപ്പെടെയുള്ള അഴിമതി വിഷയങ്ങൾ ഉയർന്നതോടെ 3ാം തവണ മത്സരത്തിൽ നിന്ന് മാറി. പകരം മത്സരിച്ച മകനും ലീഗ് നേതാവുമായ VA അബ്ദുൽ ഗഫൂർ ഇടതു സ്ഥാനാർത്ഥി P രാജീവിനോട് 15,000 വോട്ടിന് തോറ്റു. പാലം അഴിമതി കേസ് ഇപ്പോഴും തുടരുന്നതിനാൽ വീണ്ടും ഇവിടെ മത്സരിക്കുന്നത് ലീഗിന് തിരിച്ചടിയാകുമെന്നാണ് പാർട്ടിക്കകത്തെ തന്നെ അടക്കം പറച്ചിൽ. ഈ സാഹചര്യത്തിലാണ് മണ്ഡലം തിരികെ പിടിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത്. ധാരണയായാൽ ലീഗിന് പകരം പെരുമ്പാവൂർ നൽകാനാണ് സാധ്യത. ജാതി സമവാക്യങ്ങളും ഇവിടെ അനുകൂലമാണ്. പെരുമ്പാവൂരിലെ സിറ്റിംഗ് MLA കോൺഗ്രസിലെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള കേസുകളും ആരോപണങ്ങളും വീണ്ടും മത്സരിക്കുന്നതിൽ UDFൽ എതിർപ്പുയർത്തുന്നുണ്ട്. സീറ്റ് ലീഗിന് വിട്ടുനൽകുന്നതിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് യോജിപ്പാണ്. മുഹമ്മദ് ഷിയാസ് ഇക്കുറി മത്സരിക്കണമെന്ന ആവശ്യവും ജില്ലാ കോൺഗ്രസിൽ ശക്തമാണ്. ഷിയാസ് മത്സരിച്ചാൽ കളമശ്ശേരി സീറ്റ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ജില്ലയിൽ കോൺഗ്രസിന് ഉജ്ജ്വല നേതൃത്വം നൽകുന്ന ഷിയാസ് കേരളത്തിലെ DCC പ്രസിഡന്റുമാരിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവരിൽ ഒരാളാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിശ്വസ്തൻ കൂടിയായതിനാൽ കാര്യങ്ങൾ ഷിയാസിന് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ. കളമശ്ശേരിയിൽ P രാജീവ് തന്നെയാകും ഇടതുമുന്നണി സ്ഥാനാർത്ഥി. നിലവിലെ സാഹചര്യത്തിൽ ലീഗ് രാജീവിന് വെല്ലുവിളിയാകില്ല. എന്നാൽ മുഹമ്മദ് ഷിയാസ് വരികയാണെങ്കിൽ മികച്ച രാഷ്ട്രീയ പോരാട്ടമായിരിക്കും കളമശ്ശേരിയിൽ നടക്കുക. ന്യൂസ് 18 കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമം പിടിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJPക്കായി കളത്തിലിറങ്ങും. കഴിഞ്ഞ തവണ പൂട്ടിച്ച അക്കൗണ്ട് തുറക്കാനാണ് BJPയുടെ നിർണായക നീക്കം. അതേസമയം BJPയെ തറ പറ്റിച്ച V ശിവൻകുട്ടിയെ തന്നെ വീണ്ടും കളത്തിലിറക്കാനായിരിക്കും CPM നീക്കം. നിയമത്തെ BJP അക്കൗണ്ട് ആര് പൂട്ടിക്കും?
കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന പ്രധാന ചർച്ച ഇതായിരുന്നു. ഉമ്മൻചാണ്ടിയെ തന്നെ കളത്തിലിറക്കി ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നീക്കം നടത്തി. ഒടുവിൽ കെ മുരളീധരൻ എന്ന കരുത്തനായ നേതാവിനെ രംഗത്തെത്തിച്ച് കോൺഗ്രസ് പോരാടിയപ്പോൾ വിജയം CPM നേടി. ഫലത്തിൽ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു. BJPയെ തോൽപ്പിച്ചത് ഞങ്ങളാണെന്ന അവകാശവാദവുമായി CPMഉം കോൺഗ്രസും പിന്നീട് രംഗത്ത് നിറഞ്ഞു. തോൽവിയിൽ നാണം കെട്ട BJP ഇത്തവണ പകരം വീട്ടാനാണ് സംസ്ഥാന അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 22,000-ൽ പരം വോട്ടുകളാണ് രാജീവ് ചന്ദ്രശേഖറിന് നിയമം സമ്മാനിച്ചത്. ഇതാണ് BJPക്കും രാജീവ് ചന്ദ്രശേഖരനുമുള്ള ആത്മവിശ്വാസം. ഗവർണർ വിഷയത്തിലടക്കം സംഘപരിവാറുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ശിവൻകുട്ടിയെ കളത്തിലിറക്കിയാൽ ന്യൂനപക്ഷ വോട്ടുകളടക്കം സമാഹരിച്ച് വിജയം തുടരാമെന്ന് CPM കരുതുന്നു. അതേസമയം കഴിഞ്ഞ തവണ മത്സരിച്ച കെ മുരളീധരൻ ഇത്തവണ നിയമത്തേക്കുണ്ടാകില്ല. പകരം ആരെന്ന ചർച്ച കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. GV ഹരി, നേമം സജീർ എന്നിവരാണ് പരിഗണനയിൽ. ഏതായാലും 2026-ലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിയമം നിർണായക ചർച്ചയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, News 18. കോൺഗ്രസിലെ റീൽസ് വിവാദങ്ങൾക്കിടെ ചാണ്ടി ഉമ്മന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച അജയ് തറയിൽ. റീൽസ് അല്ല, റിയൽ ആണെന്ന തലക്കെട്ടോടെയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ നടത്തിയ ഇടപെടലുകളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അജയ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നേരത്തെ യുവ നേതാക്കൾ ഖദർ ധരിക്കണമെന്ന അജയ് തറയിലിന്റെ പോസ്റ്റിനെതിരെ വിമർശനവുമായി ഒരു വിഭാഗം യുവ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ശിരൂർ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. കുത്തിയൊലിച്ച മണ്ണിനൊപ്പം പുഴയുടെ ആഴങ്ങളിലേക്ക് പതിച്ച് ജീവൻ നഷ്ടപ്പെട്ട അർജുൻ മലയാളികൾക്ക് ഇന്നും ഒരു നോവാണ്. സ്വന്തം കൂടപ്പിറപ്പിനെ എന്നോണം നാടൊരുമിച്ച ആ ദിവസങ്ങൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മലയാളികളെ ദിവസങ്ങളോളം സങ്കടത്തിലാഴ്ത്തിയ ശിരൂർ ദുരന്തത്തിന് ഇന്ന് 1 വർഷം. 2024 ജൂലൈ 16 അർജുന്റെ ലോറി മണ്ണിടിച്ചിൽ കാണാതായ ആ ദിവസം. ഏതായാലും നമ്മളിപ്പോൾ അതേ ദിവസം തന്നെ 1 വർഷം പിന്നിടുമ്പോൾ അതേ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഗംഗാവലി പുഴയുടെ ആ തീരത്ത് ഇപ്പോഴും ഗംഗാവലി പുഴ നമുക്ക് കാണാം, കലങ്ങി മറിഞ്ഞ് അതേ രീതിയിൽ ഒഴുകുന്നത്. എന്തായാലും ദൃശ്യങ്ങളിലേക്ക് പോയാൽ പല ഓർമ്മകളാണ് ഈ സ്ഥലത്തു നിന്നും നമുക്ക് വരുന്നത്. ഇപ്പോഴും ആ ഒരു മൂകത ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഗംഗാവലി പുഴ അന്ന് ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെ ഒഴുകുന്ന ആ കാഴ്ച നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്ത്, അവിടെയാണ് വലിയ തോതിൽ തിരച്ചിൽ നടത്തിയത്. അതായത് 72 ദിവസം നീണ്ടു നിൽക്കുന്ന തിരച്ചിലിനൊടുവിൽ ആ രീതിയിലുള്ള വലിയ തോതിലുള്ള തിരച്ചിലിനൊടുവിലാണ് അർജുനും ലോറിയും കണ്ടെത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്ത് നിന്നാണ് അർജുനെയും കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോഴും മൺകൂനകൾ കാണാം. ഈ പ്രദേശത്ത് കരയോട് ചേർന്ന് മൺകൂനകൾ കാണാം. ഒരുപാട് ഓർമ്മകൾ ഉള്ള ഒരു സ്ഥലമാണിത്. ഇവിടെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന ലോറിക്കാരുടെ പ്രിയപ്പെട്ട ലക്ഷ്മണേട്ടൻ, അദ്ദേഹത്തിൻ്റെ ചായക്കട ഉണ്ടായിരുന്ന സ്ഥലം. ഇവിടെ ഉണ്ടായിരുന്നവർ ഉൾപ്പെടെ, അർജുൻ ഉൾപ്പെടെ 11 പേരുടെ ജീവനാണ് ഈ മണ്ണിടിച്ചിൽ ഇല്ലാതായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നും അന്നുണ്ടായതിൻ്റെ ആ അവശിഷ്ടം ഇപ്പോഴും മലമുകളിൽ കാണാം. അന്ന് തകർന്ന് വീണ ആ ടവറുകൾ ഇപ്പോഴും 1 വർഷം ആകുമ്പോഴും അവിടെ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് കേരളത്തിലേക്കുള്ള എല്ലാ വാഹനങ്ങളും ഇപ്പോൾ കടന്നു പോകുന്ന പാതയാണിത്. ആ ഒരു പാതയിൽ ഇപ്പോഴും മണ്ണിടിച്ചിലിൻ്റെ ബാക്കി, ദുരന്തത്തിൻ്റെ ബാക്കി ഇപ്പോഴും കാണാം. അപകടകരമാം വിധം തന്നെയാണ് ഇപ്പോഴും ഈ പാതയുള്ളത്. ഇത് ദേശീയ പാതയാണ്. ആ ദേശീയപാതയിലുള്ള ആ അവസ്ഥ, സമാനമായ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും വലിയ തോതിൽ കാലവർഷം ശക്തി പ്രാപിക്കുമ്പോഴും ഇതുവഴിയുള്ള യാത്ര അപകടകരമായി തന്നെ തുടരുന്നു. എന്നാലും അർജുൻ്റെ ഓർമ്മകൾ, അത് കല്ലായിലേക്കുള്ള ആ മരം വണ്ടിയുമായുള്ള ആ യാത്രയ്ക്കിടെ ഒന്ന് വിശ്രമിക്കാൻ ഇവിടെ നിർത്തിയിട്ടതായിരുന്നു ലോറി. ആ സമയത്താണ് വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ. മുകളിൽ നിന്നും മണ്ണിടിച്ചിൽ ലോറി അപ്പാടെ കൊണ്ടുപോയി ഗംഗാവലി പുഴയിലേക്ക് പോവുകയായിരുന്നു. 72 ദിവസം നീണ്ട സമാനതകളില്ലാത്ത തിരച്ചിലിനൊടുവിലാണ് അർജുൻ്റെ കണ്ടെത്താൻ സാധിച്ചത്. അതിനിടയിൽ പല സംഭവ വികാസങ്ങളും ഇവിടെ ഉണ്ടായി. സൈന്യം വരെ അർജുൻ്റെ തെരച്ചിലിനായി എത്തുന്ന സാഹചര്യമുണ്ടായി. മഴയും വെയിലും മാറി മാറി വരുന്ന കാലാവസ്ഥയിലും നമ്മളും ഈ ഒരു സ്ഥലത്ത് സാക്ഷിയായിരുന്നു ആ ഒരു തെരച്ചിലിന്. എന്തായാലും ഏറ്റവും ഒടുവിൽ 72-ാം ദിവസം അർജുൻ്റെ മൃതദേഹമെങ്കിലും കിട്ടിയാൽ മതിയെന്ന ബന്ധുക്കളുടെ, കുടുംബത്തിൻ്റെ ഒക്കെ പ്രതീക്ഷ, അത് അവസാനം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാലും ഇവിടെ ഇപ്പോഴും ഒരുപാട് ആളുകളാണ് ഇപ്പോഴും
ഇവിടെ ഈ സ്ഥലത്ത് എത്തുന്നതും ഈ സ്ഥലം നോക്കുന്നതും അത്രത്തോളം വലിയ ഒരു മലയാളി പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവം ആ ഗംഗാവലി പുഴയുടെ തീരത്ത് എന്തായാലും ഒരുപാട് ഓർമ്മകളുള്ള ആ തീരത്താണ് ഇപ്പോൾ നമ്മളുമുള്ളത്. ഈ ഒരു ദിവസം ഒരിക്കലും മറക്കാൻ കഴിയാത്ത, മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസം നമ്മൾ ആ ഗംഗാവലി പുഴയുടെ ഇപ്പോഴത്തെ ഒരു നേർചിത്രമാണിപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഒരുപാട് മൺകൂനുകൾ ഇവിടെ ഈ മലയിടിച്ചിൽ ബാക്കിയായ മൺകൂനുകളൊക്കെ ഈ പുഴയുടെ ഗംഗാവലി പുഴയുടെ കരയിൽ കാണാം. പുഴ ശക്തമായി ഒഴുകുന്ന ഒരു സാഹചര്യം. അന്ന് വലിയ പ്രതിസന്ധിയായിരുന്നു. പ്രതിസന്ധി തരണം ചെയ്ത് 72 ദിവസം നീണ്ട തിരച്ചിൽ, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ. ആ തിരച്ചിലൊടുവിൽ ന്യൂസ് 18 ആദ്യം തുടക്കത്തിൽ പുറത്തുവിട്ട ഒരു സ്ഥലം, അതേ സ്ഥലത്ത് നിന്നും ലോറിയും അർജുനെയും പുറത്തേക്കെടുക്കുന്ന സാഹചര്യം. അപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ലോറി അർജുനെ ചേർത്ത് പിടിച്ച് അർജുനെ ഒപ്പം ആ ലോറി മുകളിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് കൺമുന്നിൽ അത്രത്തോളം വലിയൊരു ആകാംക്ഷയുടെയും ഒരു കാഴ്ചയായിരുന്നു. എന്തായാലും ഈ ഗംഗാവലി പുഴ ഇപ്പോഴും ഇതിനെല്ലാം സാക്ഷിയായി ഇതേ അവസ്ഥയിൽ തന്നെ ഒഴുകുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും തൻ്റെ മകന് വേണ്ടിയുള്ള കളിപ്പാട്ടം അത് ലോറിയുടെ മുന്നിൽ വെച്ചായിരുന്നു അർജുൻ യാത്ര ചെയ്തിരുന്നത്. ആ കളിപ്പാട്ടം ഉൾപ്പെടെ അർജുൻ്റെ കുടുംബത്തിന് തിരിച്ചു കൊടുത്തു എന്നത് തന്നെയാണ് ഇതിലേറ്റവും വൈകാരികമായ രംഗങ്ങൾക്ക് അന്ന് സാക്ഷ്യം വഹിച്ചത്. എന്നാലും ഇപ്പോഴും ഇവിടെ ആ ശക്തമായ കാറ്റും പലപ്പോഴും മാറി മാറി പെയ്യുന്ന മഴയും അതൊക്കെയുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഒരു വർഷമാകുമ്പോഴും അർജുനും അർജുൻ്റെ ലോറിയും ഈ ഗംഗാവലി പുഴ അതിൽ അപകടത്തിൽപ്പെട്ട് ഒരു വർഷമാകുമ്പോഴും അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ഇവിടെ ബാക്കി നിൽക്കുന്നു. ശിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം. ദിൽന ചേരും. നമസ്കാരം.